എന്തായാലും ഇപ്പോൾ മുൻ കേരള താരം സോണി ചെറുവത്തൂർ കൂടി ചേരുന്നു. സോണി, എന്തായാലും നമ്മൾ കാലത്തൊക്കെ സംസാരിച്ചപ്പോൾ, ഒരു വൈകുന്നേരം സംസാരിച്ചപ്പോൾ ഇന്ത്യയുടെ മലയാളി ഭാഗ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. മുമ്പെപ്പോഴൊക്കെ ഇന്ത്യൻ ടീമിൽ ഒരു മലയാളി ഉണ്ടായിരുന്നോ അന്നെല്ലാം ഇന്ത്യ ലോക കിരീടം നേടിയിട്ടുണ്ട്. ഇത്തവണയും അതിൽ മാറ്റമില്ല. സഞ്ജുവിലൂടെ ആ ഭാഗ്യം നമുക്ക് കിട്ടി. അതിനപ്പുറം ഇന്ത്യയുടെ കൂട്ടായ വിജയം, ഇന്ത്യയുടെ അപരാജിത കുതിപ്പിലൂടെയുള്ള വിജയം. ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ടീം ഒറ്റ മത്സരം പോലും തോൽക്കാതെ ലോക ജേതാക്കളാവുന്നത്. അങ്ങനെയുള്ള ആ മഹത്തായ വിജയത്തെ ഈ നിമിഷത്തിൽ എങ്ങനെ വിലയിരുത്തുന്നു? സഞ്ജുവിന്റെ ഭാഗ്യം അല്ലെങ്കിൽ മലയാളിയുടെ ഭാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷിക്കാം അല്ലെങ്കിൽ ആശ്വസിക്കാവുന്ന കാര്യമാണ്. പക്ഷെ അതിനപ്പുറം ഒരു ടീം ഒറ്റക്കെട്ടായിട്ട് കളിച്ചു, ആ ഒരു ചാമ്പ്യൻ ടീമിന്റെ ക്യാരക്ടർ നമുക്ക് കാണിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഈ ഇന്ത്യൻ വിജയത്തിന്റെ, ഇന്ത്യൻ കിരീട നേട്ടത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ കാണേണ്ടത്. അതിൽ വിരാട് കോഹ്ലി എന്ന നായകന്റെ ആ രാജാവിനെ അത് അദ്ദേഹത്തിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം ഒന്ന്, അതിനപ്പുറം ചില തീരുമാനങ്ങൾ, ധീരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ ഒരു ധൈര്യം പലപ്പോഴും രാഹുൽ ദ്രാവിഡ് എന്ന പരിശീലകൻ, അദ്ദേഹത്തിന്റെ അവസാന മത്സരമാണ് പരിശീലകൻ എന്ന നിലയിൽ അദ്ദേഹം അക്ഷർ പട്ടേലിനെ മുകളിലേക്ക് ബാറ്റിംഗിലേക്ക് വിട്ടത്, അവിടെ ഒരു കൂട്ടുണ്ടാക്കാൻ സാധിച്ചത്, നിർണായകമായ സമയത്ത് ബുംറയെ ഉപയോഗിക്കാൻ സാധിച്ചത്, എനിക്ക് തോന്നുന്നു ഒരു കൂട്ടായ വിജയമാണ്. അല്പം മുമ്പ് വരെ ഏറ്റവും വെറുക്കപ്പെട്ടവനായിരുന്ന ഹാർദിക് പാണ്ഡ്യ ഇന്നത്തെ മത്സരത്തിൽ നമ്മുടെ ഒരു ഹീറോ ആണെന്നുള്ളത് ഓർക്കുമ്പോൾ നമുക്കറിയാം ടീം ഒറ്റക്കെട്ടായിട്ട് ആ കിരീടത്തിനായി പൊരുതിയിട്ടുണ്ട്. അവർ അർഹിച്ച വിജയം തന്നെയാണത്. അതുപോലെ തന്നെ രോഹിത്തിനെയും മറക്കാനാവില്ല. IPL-ൽ വലിയ വിജയങ്ങൾ നേടിയ ക്യാപ്റ്റനാണ്. പക്ഷേ ഒരു ഇൻ്റർനാഷണലിൽ ഒരു കിരീടത്തിനായി രോഹിത്തിൻ്റെ വലിയ കാത്തിരിപ്പായിരുന്നു. ഒടുവിൽ അതിനും ഉത്തരം നൽകിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ഇതിഹാസ നായകന്മാരുടെ കൂട്ടത്തിൽ രോഹിത് ഗുരുനാഥ് ശർമ്മ എന്ന ആ പേരും എഴുതി ചേർക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു. യാതൊരു സംശയമില്ല. സെമി ഫൈനൽ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഇമോഷൻസിലുണ്ടായിരുന്നു എത്രത്തോളം മികച്ച ഒരു നായകനാണ് താൻ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ കൂടെ കളിക്കുന്നവരൊക്കെ ലീഡർ എന്ന് എഴുതി സോഷ്യൽ മീഡിയയിൽ ഇടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം കരുതലാണ് ഈ നായകനുള്ളത് എന്നുള്ളത്. അത് മാത്രമല്ല, മുന്നിൽ നിന്ന് പൊരുതാൻ, പ്രത്യേകിച്ച് സെമി ഫൈനലിലൊക്കെ നമ്മൾ കണ്ടതാണ്, അല്ലെങ്കിൽ അതിന് തൊട്ടുമുമ്പുള്ള മത്സരങ്ങളിലൊക്കെ തന്നെ മുന്നിൽ നിന്ന് പൊരുതാൻ ആ ഒരു ധൈര്യം കാണിച്ചുകൊണ്ട് തന്റെ വിക്കറ്റ് അല്ല തന്റെ ടീമാണ് മുഖ്യമെന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ കരുതി അങ്ങനെ ക്രിക്കറ്റിനെ അപ്രോച്ച് ചെയ്ത രീതി ഒരുപക്ഷെ ആരും മറക്കാൻ സാധിക്കില്ല അദ്ദേഹത്തിന്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ, നായകൻ എന്ന നിലയിലും ഒരു പ്ലെയർ എന്ന നിലയിലും. ഒപ്പം തന്നെ ജസ്പ്രീത് ബുംറയുടെ ആ പ്രകടനത്തെക്കുറിച്ചും മാൻ ഓഫ് ദ ടൂർണമെൻ്റായി, പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ലോകകപ്പിൽ നമ്മൾ മിസ് ചെയ്തത് ഈ ബുംറയെയാണ്. നമ്മൾ ഒരുപക്ഷെ 10 വിക്കറ്റ് തോൽവിയൊക്കെ ഇംഗ്ലണ്ടിനോട് നേരിടുമ്പോൾ ബുംറയെ പോലെ ഒരു ബൗളർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ജയിച്ചു കയറുമെന്നായിരുന്നു പലരുടെയും വിലയിരുത്തൽ. അല്ലെങ്കിൽ എല്ലാവരും ആഗ്രഹിച്ചത് അത്തരം ഒരു ബൗളറെയാണ്. പക്ഷേ ബുംറ തിരിച്ചു വന്നു, ഇന്ത്യ കിരീടം നേടിയിരിക്കും. 24 പന്തുകൾ മാത്രമാണ് ഒരു ബോളർക്ക് T20 മത്സരത്തിൽ എറിയാൻ സാധിക്കുക. ആ 24 പന്തുകൾ കൊണ്ട് ടീമിനെ വിജയിപ്പിക്കാൻ സാധിക്കുമെന്ന് ലോകത്തിന് പ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുള്ള താരമാണ് ജസ്പ്രീത് ബുംറ എന്ന് പറയാതെ എങ്ങനെ നമുക്ക് മറക്കാൻ സാധിക്കും? എങ്ങനെ അദ്ദേഹത്തിന് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് കൊടുക്കാതിരിക്കും? കാരണം ആ 24 പന്തുകൾ കൊണ്ട് ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് അവസാനത്തെ 6 പന്തുകളിൽ അദ്ദേഹം ആ ടീമിന് നൽകിയിട്ടുള്ള ആത്മവിശ്വാസവും മറ്റേ ടീമിന് നൽകിയിട്ടുള്ള ആ ഒരു സമ്മർദ്ദവും നോക്കിയാൽ മാത്രം മതി. അദ്ദേഹത്തിന്റെ വിജയമാണ് ഇതെന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്നതേ ഉള്ളൂ. എന്തായാലും ഒരു മഹത്തായ വിജയം. അങ്ങനെ തന്നെ ഇന്ത്യയുടെ 2ാം ലോക കിരീടം. നന്ദി സോണി ചെറുവത്തൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.